ക്രെഡിറ്റ് കാർഡ് ഇസ് ഗുഡ് അറ്റ് ദ സെയിം ടൈം നമ്മളെ തന്നെ കത്തിയോണ്ട് കൊല്ലുന്ന ഒരു സാധനമാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യമാണ്, അല്ല സിബിൽ സ്കോർ ഒക്കെ ഉണ്ടെങ്കിൽ കിട്ടുന്ന കാര്യമാണ് ക്രെഡിറ്റ് കാർഡ്സ്. ഒരു പോയിന്റിൽ ഒരുപാട് പോസിറ്റീവ് സൈഡ് എന്തിനുണ്ട്, ക്രെഡിറ്റ് കാർഡിനുണ്ട്. പക്ഷെ പലപ്പോഴും ക്രെഡിറ്റ് കാർഡ് വലിയൊരു വില്ലനായിട്ടും മാറുന്നുണ്ട്. അപ്പോൾ ആസ് എ ഒരു CA അല്ലെങ്കിൽ ടാക്സ് എക്സ്പേർട്ട് എന്ന ലെവൽ എങ്ങനെയാണ് അതിനൊക്കെ കാണുന്നത്, ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് കാണുന്നത്? ക്രെഡിറ്റ് കാർഡിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഞാനൊരു സിനാറിയോ പറയുകയാണെങ്കിൽ, പ്രാക്ടിക്കൽ സിനാറിയോ എന്താ വെച്ചാൽ, ഒരു ആള് ഒരുപാട് ക്രെഡിറ്റ് കാർഡ്സ് എടുക്കുന്നു. ഒന്നൊന്നുമല്ല, മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ്. അത് കൊടുക്കുന്നത് ആക്ച്വലി പ്രോഹിബിറ്റഡ് ആണ്. ഇത്ര ലിമിറ്റിനനുസരിച്ചേ കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ. പക്ഷെ ബൈ ലക്ക് കിട്ടുവാണ്. പക്ഷെ അയാളെ ഇൻകം എത്രയാണോ അതിനേക്കാട്ടും ആയിരിക്കും ചിലപ്പോൾ അതിന്റെ ലിമിറ്റ്സ് ഉണ്ടാവുക. അപ്പം നമ്മളെ റെഗുലർ ഹാബിറ്റ്സ് അതിൽ മാറും. ക്രെഡിറ്റ് കാർഡിൽ എന്ന് വെച്ചാൽ നമുക്ക് ക്യാഷ് ഇല്ല, നമുക്ക് വലിച്ചിങ്ങനെ പർച്ചേസ് ചെയ്ത് എടുക്കാം. ചിലവർ അത് വേറെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരെ യൂസ് ചെയ്യും. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതുപോലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ഇയർലി ഒരാൾ 10 lakhന്റെ എമൗണ്ട് ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് സ്പെൻഡ് ചെയ്തു. ക്രെഡിറ്റ് കാർഡിൽ പല പർപ്പസ്, പർച്ചേസ് ചെയ്യാനും ട്രാവൽ ചെയ്യാനും മൂവീസ് എല്ലാത്തിനും. അത് റീപേ ചെയ്യാൻ അയാൾക്കൊരു ഇൻകം വേണം. ആ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ യൂസ് ചെയ്യുള്ളൂ, റീപേ ചെയ്യുള്ളൂ. അത് ചിലപ്പം ഓണാവാം, ഫ്രണ്ട്സ് ആവാം, ഫാമിലിക്ക് വേണ്ടിയിട്ടാവാം, ആർക്ക് വേണമെങ്കിൽ ആവട്ടെ. പക്ഷെ ഡിപ്പാർട്ട്മെന്റ് നോക്കാം, നിങ്ങൾക്ക് ആ ഒരു ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത് ചെയ്യാം. ദർ കംസ് ദ ക്വസ്റ്റ്യൻ. ബിക്കോസ് അങ്ങനത്തെ ഒരു സിനാരിയോ ഉണ്ട്, ഒരാൾക്ക് 7 lakh മാത്രമേ ഉള്ളൂ ഇൻകം, ആനുവൽ ഇൻകം, ബട്ട് ഹി വാസ് ഹാവിങ് more than 5 credit cards. And he was like continuously using it in a year, 1 CR and above transaction. And department has given a notice to him, disclose the things and all. അപ്പോഴാണ് അയാളും തലയിൽ കൈവച്ചിരിക്കുന്നത്. നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഇസ് ഗുഡ് അറ്റ് ദ സെയിം ടൈം നമ്മളെ തന്നെ കത്തിയോണ്ട് കൊല്ലുന്ന ഒരു സാധനമാണത്. അപ്പൊ നമ്മളത് ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ മാത്രം മതി. പക്ഷെ ആ ഉപയോഗിക്കുന്നതിനനുസരിച്ച് വേറെ കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ കറക്റ്റായിട്ട് റിട്ടേണും ഫയൽ ചെയ്യാം.